ആ ചേച്ചി MD വിളിക്കുന്നു. മാഡോ എപ്പോന്നു? കുറച്ചേരായി. മോനും ഉണ്ട്. അല്ലേ തന്നെ എനിക്ക് മാഡത്തെ കണ്ട് നേരത്തെ ഇറങ്ങാനുള്ളതാ. നമ്മൾ രണ്ടാളും ചെന്നിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ഒരു ഗിഫ്റ്റ്? ആ അത് തന്നെ വാങ്ങാം. എന്റെ ചേച്ചി, ഞാൻ ആ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. എടി ഇവിടുത്തെ ഡ്രസ്സ് കോസ്റ്റ്ലി ആണെന്ന് നിനക്ക് അറിയില്ലേ? എനിക്കിത് പറ്റില്ല. ചേച്ചി ഇത് കവർ മാത്രമേ ഉള്ളൂന്നേ. ചേച്ചി സെലക്ട് ചെയ്ത കടയിൽ നിന്ന് തന്നെ ഇത് വാങ്ങിച്ചത്. ഇത് വാങ്ങാനായിട്ട് നിന്റെ എവിടുന്ന പൈസ? എന്റെ ഉണ്ടായിരുന്നു. എവിടുന്ന്? അതിന് നിനക്ക് ശമ്പളം കിട്ടിയിട്ടില്ലല്ലോ. അത് ആ ചേച്ചി ശമ്പളം കിട്ടുമ്പോ എനിക്ക് തന്നാ മതി. പറ, ഇത് വാങ്ങാനായിട്ട് എവിടുന്ന പൈസ കിട്ടിയത്? ഫ്രണ്ട് വന്നു. ഫ്രണ്ട് പൈസ തന്നോ? അതേതാ ഞാൻ അറിയാത്തൊരു ഫ്രണ്ട്. ആ ഫ്രണ്ടിന്റെ പേരെന്ന് പറഞ്ഞു. ചേച്ചി ആരോടും പറയരുത്. പറ. ഋഷി. ഋഷിയോ? മാഡത്തിന്റെ മോനോ? പ്രിയെ, നീ ഇവിടുത്തെ വെറൊരു ജോലിക്കാരി, അത് മറന്നുപോരുത്. വളർന്നൊരു പെണ്ണല്ലേ. അവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് ഒട്ടും ശരിയായില്ല. ഋഷിചേട്ടൻ എന്റെ വിഷമം കണ്ട് സഹായിച്ചതാ. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ. ഇതെത്ര നാളായി തുടങ്ങിയിട്ട്? ആൻസി, ഞാൻ കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അയ്യോ, ഞാൻ വരുമോ മാഡം? നമ്മുടെ പുതിയ സാരി കളക്ഷൻസിന്റെ FB ലോഞ്ചാണ്. വർക്ക്ഷോപ്പ് സൂപ്പർവൈസറോട് വർക്ക് ഫിനിഷ് ആയെങ്കിൽ ഒരു പിക്ക് അയക്കാൻ പറയണം. ശരി ഋഷി. പ്രോഡക്റ്റ് ഓക്കെയാ. FB ലൈവിന് സമയായി. റെഡി ആയിക്കോ. ഓക്കെ മാഡം. ആ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു മാഡം. അടുത്ത വീക്കെൻഡിന് എന്റെ വക ഒരു ട്രീറ്റ് ഉണ്ട്. അനന്തനെ മക്കളെയും കൂട്ടിക്കോളൂ. ശരി മാഡം. ഞാൻ നടത്തുന്ന ഫാഷൻ ഷോയില് ആൻസി അനന്തകൃഷ്ണന് ഡിസൈൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? നമുക്ക് പ്ലാൻ ചെയ്ത് നോക്കാം. ശരി. ആ ദാ പെണ്ണുപിള്ളയുടെ ലൈവ് വന്നല്ലോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഹിമ കളക്ഷൻസ് എന്ന് വാൻസിയാണ്. അപ്പൊ ഞാൻ FB ലൈവിൽ വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കുറച്ചെങ്കിലും ഗസ് ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും പുതിയ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണെന്ന്. ശരിയാണ്, നിങ്ങൾ ഗസ് ചെയ്തത്. ഇത്തവണയും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു നല്ല എക്സ്ക്ലൂസീവ് കേരള ഡിസൈനർ സാരികളുടെ അടുത്ത കളക്ഷനുമായിട്ടാണ്. എന്ത് രസമല്ലേ അമ്മ കാണാൻ. ഡൗട്ട്സ് നിങ്ങൾ അയ്യേ അമ്മ പന്ന സാരി കൊടുത്തേക്കുന്നത് നോക്ക്, എത്ര കമന്റ്സാ നോക്ക്. ഇത് വൈറലാവും. അപ്പൊ അതുകൊണ്ട് നമ്മളെയൊക്കെ എപ്പോഴാ ലൈവിൽ കൊണ്ടുവരുന്നതെന്ന് നോക്കി. ഒരു പ്രൈസിംഗ് തന്നെ തരും. എവിടാ ഷോപ്പ്? ഞാൻ ഫാനാണ്. സീരിയൽ നടിയാ. പക്ഷെ അമ്മയുടെ അത്രയും കാണാൻ കൊള്ളത്തില്ല. ഇനി പറയാനുള്ളത് ഈ സാരിയുടെ പ്രൈസിങ്ങിനെ കുറിച്ചാണ്. ഈ സാരിയിൽ ഇപ്പം ഹാൻഡ് വർക്കും ബീഡ് വർക്കും ഒക്കെ ചെയ്തിരിക്കുന്നതിന്റെ പല്ലു പോർഷനിലാണ്. സോ ഒരു 3000 റേഞ്ചിൽ വരുന്ന സാരിയാണിത്. ഇനി ഈ സാരിയിൽ മുഴുവനും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു 5000 മുതൽ 10,000 റേഞ്ച് വരെ വരും. അപ്പോൾ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾ വാങ്ങുക. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് ഓർമ്മിപ്പിക്കട്ടെ. ഈ സാരി വരുന്നുണ്ട് രവികുമാർ പൈലറ്റ്. പുറകെ കാണും പന്തളം ഉപയോഗിച്ചിരുന്ന സംഘവും. കേരള സാരിയിൽ നമ്മള് കോട്ടണും സിൽക്കും മിക്സ് ചെയ്തിട്ടുള്ള സാരിയാണ്. എന്നാ ശരി എന്നാ. ഹലോ ഹലോ. വായിരിക്കേ. ഹലോ ഹലോ. ഇരിക്കൂ. ഇന്ന് എഗ്രിമെന്റ് എന്നാ കേട്ടത്. വലിയ പ്രോജക്റ്റാ. 1000 കോടി എന്നൊക്കെയാ പറയുന്നത്. കഴിഞ്ഞ പടം 100 കോടി ക്ലബിൽ കയറിയല്ലേ. അതിന്റെ ജാടയല്ല അവന്മാർക്കും. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. വരുന്നുണ്ട് വരുന്നുണ്ട്. എന്ത് പറയണേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അച്ചായൻ ഇരിക്ക.
ഡാ, നീയേ എന്നെ വിട്ടിട്ട് പിന്നെ എത്ര പടം ചെയ്തു? ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഈ ബേബി സമ്മതിക്കില്ല. ഇപ്പോഴേ ഞാൻ 2 പടം ചെയ്യാൻ പോവാ. 1000 കോടി. അവിടെ ഡ്രൈവർമാരുടെ ജോലിയുണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷനില്. നിനക്ക് ഏതെങ്കിലും ചെയ്തു വിട്രാ. ഏയ്, നിനക്ക് ചെലവിന് കാശാവൂടാ. ഔ, ഇപ്പണെങ്കിൽ ഡ്രൈവർമാരുടെ ബാറ്റ് ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. ഇവനെ ഭാര്യയുടെ ചെലവിലല്ലേ ജീവിക്കണേ. അവനെ ഈ കവർത്തൽ തല്ലേക്കണേ. ഈ കവറും കൂടി തല്ലിട്ടാ അവൻ. മതി മതി മതി, പോട്ടെ പോട്ടെ പോട്ടെ. കാണാട്ടോ പോട്ടെ. നീ ചെല്ല്. പോട്ടെ ചായ. സോറി ട്ടാ. കാണാം. വിട്. ഇരിക്കടാ.